ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ തന്നെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത അതോടൊപ്പം തന്നെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമയായിട്ട് മാറിയ സിനിമയാണല്ലോ മാർക്കോ. ക്രിസ്മസ് റിലീസായിട്ട് ഡിസംബർ 20 തിയേറ്ററുകളിലേക്ക് എത്തിയ അന്ന് മുതൽ ഇന്ന് വരെ മലയാളം പതിപ്പിനോടൊപ്പം തന്നെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ ഓടുന്നുണ്ടല്ലോ. ഇപ്പോഴത്തെ സിനിമയുടെ ഹിന്ദി യഥാർത്ഥ കളക്ഷൻ, നോർത്ത് മേഖലയിലെ യഥാർത്ഥ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴത്തെ വന്നിരിക്കുകയാണ്. അത് പ്രകാരം നോർത്തിൽ പതിയെ വലിയ തരംഗമായി മാറിയ സിനിമ ഇപ്പോഴത്തെ 10 കോടിയും കടന്ന് 10 കോടി 6 ലക്ഷത്തിലേക്ക് നെറ്റ് കളക്ഷൻ മാത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ഗ്രോസ് കളക്ഷൻ 11 കോടി 90 ലക്ഷത്തിലേക്ക് വെറും 3 ആഴ്ച കൊണ്ട് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ കളക്ഷനോടെ 12 കോടിക്ക് അപ്പുറം സിനിമയുടെ ഹിന്ദി കളക്ഷൻ എത്തുമെന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുമപ്പുറം എത്രത്തോളം കളക്ഷനിലേക്ക് എത്തപ്പെടുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിലെ പ്രതിദിന കളക്ഷനേക്കാൾ കൂടുതലാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പിന്റെ കളക്ഷൻ എന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അപ്പോൾ കാത്തിരിക്കൂ, ഇന്ന് മുതലുള്ള ഗെയിം ചേഞ്ചറിനോടൊപ്പമുള്ള ഹിന്ദിയിലെ മാർക്കോയുടെ കളക്ഷനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്ക്. രേഖാചിത്രം കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ് അലി സിനിമയാണല്ലോ. തിയേറ്ററുകളിലെ സിനിമ അഭിപ്രായങ്ങൾ കൊണ്ട് തന്നെ മികച്ച അഭിപ്രായങ്ങളാണ് നേടിയെടുത്തത്. ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കിഷ്കിന്ദ കാണ്ഡം എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു ആസിഫ് അലി സിനിമ ബോക്സ് ഓഫീസ് കളക്ഷന്റെ കാര്യത്തിൽ തരംഗമായി കൊണ്ടിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ന് രണ്ടാം ദിവസം തന്നെ ആദ്യ ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഉറപ്പാക്കിയ സിനിമ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 5 കോടിയിലേക്ക് കളക്ഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ശനി ഞായർ ദിവസങ്ങളിൽ ഒരു വമ്പൻ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമയ്ക്ക് ഇപ്പോൾ തന്നെ ബുക്ക് മൈ ഷോ എടുത്ത് നോക്കുകയാണെങ്കിൽ 8,000, 10,000 റേഞ്ചിലെല്ലാം തന്നെ ഒരൊറ്റ മണിക്കൂറിൽ ടിക്കറ്റ് വിൽപ്പന നടക്കുന്ന ഒരു കാഴ്ച വരെ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ശനി ഞായർ കളക്ഷനോടെ 20 കോടിയിലധികം വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ രേഖാചിത്രം കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കുക ആസിഫ് അലി സിനിമ രേഖാചിത്രത്തിനെ കുറിച്ചുള്ള അടുത്ത ദിവസങ്ങളിലെ വമ്പൻ വാർത്തകൾ കേട്ടാം.